നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണം എന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളവ വിട്ടുകളയുക. നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രിയപ്പെട്ട വ്യക്തിയെ ഓർക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ പറയുക. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. നമുക്ക് ബോട്ടം കിട്ടിയിരിക്കുന്നത് ദ ചാരിയറ്റാണ്. ജഡ്ജ്മെൻറ്റ്, നൈറ്റ് ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ്, 10 of wands, 5 of wands, the hierophant. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൽ നൈറ്റ് ഓഫ് കപ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഇത് പ്രണയത്തിൻ്റെയും പ്രണയ വാഗ്ദാനത്തിൻ്റെയും സന്ദേശമാണ് നൽകുന്നത്. ഈ കാർഡ് നിലവിലുള്ള ബന്ധത്തിൻ്റെ ആഴത്തിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിനും സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ അടുത്തേക്ക് ഒരു സ്നേഹ സന്ദേശം എത്തിച്ചേരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ നൈറ്റ് ഓഫ് കപ്സിൻ്റെ കൂടെ ജഡ്ജ്മെൻറ്റ് കാർഡ് കൂടെ വന്നാൽ പ്രണയബന്ധങ്ങളിൽ പുതിയൊരു അധ്യായം ആരംഭിക്കുന്നതിനോ അല്ലെങ്കിൽ പഴയ ബന്ധത്തിൽ ആഴത്തിലുള്ള പ്രണയം പ്രകടിപ്പിക്കുന്നതിനോ ഉള്ള സാധ്യത ഇത് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ സ്നേഹ വാഗ്ദാനത്തെ നിങ്ങൾ സ്വീകരിക്കാനോ ഉള്ള സന്ദർഭത്തെ ഇത് സൂചിപ്പിക്കുന്നു. ഈ കാർഡുകൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഈ റീഡിങ്ങിൽ 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുമായുള്ള ബന്ധം അവസാനിച്ചത് അവർക്ക് താങ്ങാനാവാത്ത ദുഃഖമായി മാറിയിരിക്കുന്നു. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർക്ക് കടുത്ത വേദനയുണ്ട്. നിങ്ങളുടെ വ്യക്തി കഴിഞ്ഞ കാലത്ത് സംഭവിച്ച തെറ്റുകളെയും അക്കാരണത്താൽ നിങ്ങളെ നഷ്ടപ്പെട്ടതിനെയും കുറിച്ചോർത്ത് വേദനിക്കുകയും സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ അവർക്ക് കടുത്ത പശ്ചാത്താപമുണ്ട്. ആ നഷ്ടം അവരെ വല്ലാതെ അലട്ടുന്നുണ്ടെന്നും ഈ കാർഡ് വ്യക്തമായി സൂചിപ്പിക്കുന്നു. ഈ സ്പ്രെഡിൽ 10 ഓഫ് വാൺസും വന്നിട്ടുണ്ട്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളില്ലാത്ത ജീവിതം അവർക്ക് വലിയൊരു ഭാരമായി മാറിയിരിക്കുന്നു. വേർപിരിയലിന് ശേഷമുള്ള ദിവസങ്ങൾ തനിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. സ്വന്തം തെറ്റുകൾ കൊണ്ടോ തെറ്റിദ്ധാരണകൾ കൊണ്ടോ ആണ് ഈ ബന്ധം തകർന്നതെന്ന ബോധവും അതിൻ്റെ കുറ്റബോധവും അവർ ഒരു ഭാരമായി മനസ്സിൽ ചുമക്കുകയാണ്. ഇവിടെ 5 ഓഫ് വാൺസ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാതെ വന്നതിലും ആവശ്യമില്ലാത്ത തർക്കങ്ങളിലൂടെ ബന്ധം വഷളാക്കിയതിലും അവർ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ട്. നിങ്ങളെ വീണ്ടും സമീപിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങളോ സ്വന്തം ഈഗോയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടലുകളോ കാരണം അവർക്ക് മുന്നോട്ട് വരാൻ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ഇവിടെ ഹീറോഫന്റ് കാർഡും വന്നിട്ടുണ്ട്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുമായുള്ള ബന്ധത്തിലെ തങ്ങളുടെ തെറ്റായ പെരുമാറ്റം അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ പാലിക്കാത്തത് എത്രത്തോളം തെറ്റായിരുന്നു എന്നവർ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. താത്കാലികമായ ബന്ധങ്ങൾക്കപ്പുറം നിങ്ങളുമായി സ്ഥിരതയുള്ള ഒരു സീരിയസ് ബന്ധമായിരുന്നു ശരി എന്നവർക്ക് ബോധ്യം വന്നിട്ടുണ്ട്. നിങ്ങളെ തിരികെ സമീപിക്കുമ്പോൾ വെറും ഒരു സാധാരണ സന്ദേശമായിരിക്കില്ല അവർ നൽകുക. തെറ്റുകൾ തിരുത്തി മാന്യമായ രീതിയിൽ സമീപിച്ച് ഒരു ദീർഘകാല ബന്ധത്തിലേക്ക് നീങ്ങാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ചുവടുകൾ അവർ വയ്ക്കുന്നുമുണ്ട്. ഇതാണ് കാർഡുകളിലൂടെ പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.